നമസ്കാരം. മോസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം മഹാരാഷ്ട്രക്കാരുടെ പ്രിയപ്പെട്ട ഉപവാസ വിഭവമായ സാബുദാന കിച്ചടിയാണ്. വരൂ, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിലക്കടല, മറ്റ് സാധനങ്ങളെല്ലാം. ഇതാണ് ഉപയോഗിക്കാൻ പോകുന്ന ചൗവരി അഥവാ സാബുദാന. ഇത് മീഡിയം ടൈപ്പിലുള്ള സൈസാണിത്. 3 ടൈപ്പിൽ കിട്ടുന്നുണ്ട്. ഇതിൽ മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് അതിനെ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. അതിൻ്റെ കളർ ചേഞ്ച് ആവണം. അത് കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടലി അത് വെള്ളത്തിൽ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത്. സോ നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. എടുത്തതിന് ശേഷം അതിനെ നോർമൽ വാട്ടറിലാവുന്ന വരയ്ക്കും നന്നായിട്ട് കഴുകുക. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് മുഴുവൻ അത് സോക്ക് ചെയ്യാൻ വെക്കുക. കാരണം അതിലുള്ള വെള്ളം മുഴുവൻ കംപ്ലീറ്റ് അത് വലിച്ചെടുക്കും. ഇനി നമുക്ക് ഇത് ഇന്നലെ വെച്ച അതേ സാധനം തന്നെയാണത്. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കടലാണ്, നിലക്കടല. നിലക്കടല നമുക്ക് വേറൊരു രണ്ടാമത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ കൂട്ടുന്നത്. നമുക്ക് അതിനെ നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കണം. 2-2.5 കപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നിലക്കടല തൊലി മുഴുവൻ നമുക്ക് നന്നായിട്ട് വേർതിരിച്ചെടുക്കണം. കാരണം മാക്സിമം എത്രയും അതൊന്ന് തൊലി എടുത്ത് കളയുന്ന അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ കുറച്ച് ഇതുപോലെ ചീറിയെടുക്കണം. അപ്പം അതിലത്തെ തൊലികളെല്ലാം പുറത്തേക്ക് പോയിക്കോളും. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് 6, കരിവേപ്പില, പിന്നെ മല്ലിയില, ഇതെല്ലാമാണ് ഇതിൻ്റെ കൂടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ജീരകവും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഒരു മിക്സി ജാറിൽ നിലക്കടല ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം പച്ചമുളകും ജീരകവും കരിവേപ്പിലയും ഇട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. കൂടുതൽ പൊടിയാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിലക്കടലയെ ഈ പരുവത്തിലാക്കി എടുക്കണം. ചെറിയ തരി പോലെ ആയിരിക്കണം, മുഴുവൻ പൊടിയാവരുത്. ഇനി കുതിർത്തി വെച്ച സാബുദാന വേറൊരു പാത്രത്തിൽ ഇട്ട് നന്നായിട്ട് ഉലർത്തി വെക്കണം. കാരണം തലേ ദിവസം രാത്രി നമ്മൾ വെച്ചിരുന്നതാണ്, കട്ട പിടിച്ചിട്ടുണ്ടാവും. അതിനു കൂടെ പൊടിച്ചെടുത്ത കടലയും അതിനോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടെ 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച 2 പൊട്ടറ്റോ ഉണ്ട്, ചെറുതായി പൊടിയായി അരിഞ്ഞത്, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇതിന് ശേഷം നമുക്ക് അതിൽ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പൊട്ടറ്റോ ഇടാം. ആ പൊട്ടറ്റോ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കരിയരുത്. കരിഞ്ഞാൽ ടേസ്റ്റെല്ലാം പോവും. കുറച്ച് ഉപ്പ് കൂടെ ഇടാം. സ്വല്പം ഉപ്പിട്ടാൽ മതി, കാരണം ക്രിസ്പി ആവാൻ വേണ്ടിയാണ് ഇടുന്നതിൻ്റെ ഉദ്ദേശം. സോ നല്ല ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഈ പൊട്ടറ്റോ നന്നായി വേവാൻ വേണ്ടി അതിനൊന്ന് അടച്ചു വയ്ക്കുക 2 മിനിറ്റ് നേരത്തേക്ക്. എന്നതിന് ശേഷം അതിൻ്റെ മൂടി മാറ്റി ഒന്ന് ചെറുതായിട്ട് ഇളക്കി ചെറുതായിട്ട് ബ്രൗൺ കളറാവുന്ന വരയ്ക്കും ഒന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച സാബുദാനയും കടലയും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം എല്ലാ മിക്സിങ് അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയി. നമ്മുടെ സാധനങ്ങളെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. നന്നായി എല്ലാ സാധനങ്ങളും മിക്സ് ആവണം. പേളിൻ്റെ കളറുണ്ടായിരുന്ന ആ സാബുദാന ഇനി സ്ഫടികത്തിലേക്ക് ചേഞ്ച് ആവും. സ്ഫടികത്തിൻ്റെ കളർ വരും. കാരണം കളർ ചേഞ്ച് ആവണം. അത് കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം തന്നെ. എന്നിട്ട് 2 മിനിറ്റ് അതിനെ മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവട്ടെ.
അതുവരേക്കും കാത്തിരിക്കാം. അതിനുശേഷം മൂടി തുറന്ന് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിലായിട്ടുണ്ട്. പാത്രത്തിൽ സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേൽ നമുക്ക് മല്ലിയില അരിഞ്ഞു വെച്ചത് തൂവാം. സാബുദാന കിച്ചടിയുടെ പല വെറൈറ്റികളുണ്ട്, അതിലൊന്ന് മാത്രമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉപവാസത്തിനാണെങ്കിൽ മല്ലിയില ഇടാറില്ല സാധാരണയായിട്ട്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.